ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ശിമയോനെ കുറിച്ചാണ്. ജെറുസലേമിൽ താമസിച്ചിരുന്ന ഒരു ഭക്തപുരോഹിതനായിരുന്നു ശിമയോൻ. രക്ഷകനായ ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് താൻ മരിക്കുകയില്ലെന്ന് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് വെളിപ്പെടുത്തിയിരുന്നു. അതിനാൽ രക്ഷകന്റെ ജനനത്തെ പ്രതീക്ഷിച്ചും അതിനായി പ്രാർത്ഥിച്ചും കഴിയുകയായിരുന്നു ഹില്ലേലിൻ്റെ പുത്രനായ ശിമയോൻ. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവമാതാവിൻ്റെ ശുദ്ധീകരണത്തിന് മറിയവും യൗസേപ്പും ഉണ്ണിയെക്കൊണ്ട് ദേവാലയത്തിലെത്തിയപ്പോൾ ശിമയോനും ദേവാലയത്തിലെത്തി. ആ സമയത്ത് അവിടെ എത്തിയതും ആ കുഞ്ഞാണ് വരാനിരിക്കുന്ന രക്ഷകനെന്ന് ശിമയോൻ മനസ്സിലാക്കിയതും പരിശുദ്ധാത്മാവിൻ്റെ നിവേശനത്തിലാണ്. അദ്ദേഹം ആ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ദൈവത്തെ ഇങ്ങനെ സ്തുതിച്ചു: കർത്താവെ, അങ്ങയുടെ തിരുവചനമനുസരിച്ച് അങ്ങേ ദാസനെ സമാധാനത്തോടെ നീ വിട്ടയക്കണമേ. എല്ലാ ജനതകൾക്കുമായി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ ഞാൻ കണ്ടു കഴിഞ്ഞു. അത് വിജാതിയർക്ക് വെളിപ്പെടാനുള്ള പ്രകാശവും അങ്ങയുടെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമാണ്. ശിമയോൻ മറിയത്തോട് പറഞ്ഞു: ഈ കുഞ്ഞ് അനേകരുടെ എതിർപ്പിന് കാരണമാകും. നിന്റെ ഹൃദയത്തെ ഒരു വാൾ ഭേദിക്കും. മറിയത്തിന് ഈ വാക്കുകളുടെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും അവൾ ധൈര്യം ലഭിക്കുന്നതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. വിശുദ്ധനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അദ്ദേഹം യേശു ക്രിസ്തുവിന് വേണ്ടി കാത്തിരുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ ജീവിതത്തിലൂടെ നാം കടന്നുപോയപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കാം. നാം വിശുദ്ധ കുർബാന എത്രമാത്രം ആഗ്രഹത്തോടെയാണ് കാത്തിരിക്കുന്നത്. വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നാം എത്രമാത്രം കൊതിക്കുന്നുണ്ട്. എത്രമാത്രം ആത്മാർത്ഥമായാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്. എത്രമാത്രം വിശുദ്ധിയോടുകൂടെയാണ് നാം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. വിശുദ്ധ ശിമയോൻ നമുക്ക് കാണിച്ചു തരുന്ന വലിയൊരു മാതൃക ഈശോയെ കാത്തിരിക്കുക എന്നതാണ്. ഓരോ വിശുദ്ധ കുർബാനയിലും ഈശോയെ ഉൾക്കൊള്ളാനും ഈശോയെ ജീവിതത്തിൽ കൊണ്ട് നടക്കുവാനും എനിക്ക് ഇടയാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഈശോയെ കൂടുതൽ കാത്തിരിക്കുവാനും ഈശോയെ കൂടുതൽ കൊതിക്കുവാനും ഈശോയെക്കുറിച്ച് ആഗ്രഹിക്കുവാനും നമുക്ക് ഇടയാകട്ടെ എന്ന്.